ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചട്ടിപ്പത്തിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതായത് കുഴക്കണ്ട, പരത്തണ്ട, ഒന്നും ചെയ്യണ്ട. നമുക്ക് ദോശ ചുട്ടിട്ടാണ് ഇന്ന് ചട്ടിപ്പത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, മറന്നു പോകരുത്. പിന്നെ ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ദോശ മാവിൻ്റെ പരുവത്തിൽ നമുക്കതൊന്ന് കലക്കിയെടുക്കാം. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കണ്ട. എനിക്കിവിടെ ഇത് കലക്കാനായിട്ട് വേണ്ടി വന്ന വെള്ളം എന്ന് പറഞ്ഞാൽ 1 കപ്പും പിന്നെ ഒരു 1/2 കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു ബാറ്റർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസായി പോകണ്ട. ഇപ്പം നമുക്ക് ദോശകൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അധികം കട്ടിയിലുള്ള ദോശ വേണ്ട, നമ്മൾ നൈസായിട്ടുള്ളൊരു ദോശ മതി കേട്ടോ. കട്ടിയുള്ള ദോശ ആകുമ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, വല്ലാണ്ടൊരു കട്ടിയായിരിക്കും ചട്ടിപ്പത്തിന്. അപ്പം അങ്ങനെ വേണ്ട, ഒരു മീഡിയം സൈസിലുള്ള നല്ലൊരു ദോശ ചുട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ പാത്രം ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ദോശയായിരിക്കണം ചുട്ടെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരിത്തിരി ഇഞ്ചി ചതച്ചതാണ് കേട്ടോ, അതൊന്ന് ചൂടാക്കി നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 സവാള, ആവശ്യത്തിന് കറിവേപ്പില, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇതൊക്കെയാണ് മസാലകളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി വേണമെങ്കിൽ ഒരിത്തിരി കുറക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാത്തിൻ്റെ എരിവും കൂടി ആകുമ്പോൾ ഓവർ എരിവാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി കുറച്ചളഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ച ബീഫ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് അത് മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ മസാല ഇവിടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് ദോശ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 2 കോഴിമുട്ട, അതിനൊരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരിത്തിരി ഉപ്പും കൂടിയിട്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ദോശ ഇതിൽ മുക്കിയിട്ട് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം.
ഞാനിപ്പോൾ എടുത്ത പാത്രത്തിലാണ് ഞാൻ സാധാരണയായിട്ട് ചട്ടിപ്പത്തിൽ അല്ല കായ്പോളം അങ്ങനെ എന്തും ഉണ്ടാക്കാറുള്ളത്. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം മുട്ടേൻ്റെ കൂട്ടിലേക്ക് ദോശ വെക്കുക, നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. നമ്മളെ പാത്രത്തിലേക്ക് ഞാനിങ്ങനെ വിരിച്ച് വെച്ച് കൊടുക്കുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്, ബീഫിൻ്റെ ഫില്ലിങ് എടുക്കുക, ഇതിലിങ്ങനെ വെക്കുക. എന്നിട്ട് വീണ്ടും ദോശ വെക്കുക. അങ്ങനെ റിപ്പീറ്റ് ദോശ മസാല ഇങ്ങനെ ആക്കിയിട്ട് ഫുള്ളൊന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ഈ പാത്രം അടുപ്പിൽ വെക്കുന്ന വീഡിയോ ഇന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ വേറൊരു പാത്രത്തിലേക്ക് നമ്മളിതിങ്ങനെ മറിച്ചിടുമല്ലോ, അങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പാണ് ഇത്. കഴിഞ്ഞിട്ട് ഈ ഫില്ലിങ്ങൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇനിയിപ്പോൾ വരിക. അപ്പോൾ ഈ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരു മേൽഭാഗമൊക്കെ ആ മുട്ടേൻ്റെ ഫില്ലിങ്ങൊക്കെ ഒന്ന് വെന്ത് വരുന്ന ആ ഒരു ടൈമിന് ഇതുപോലെ വേറെ ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഇതാക്കിയിട്ട് മറിച്ചങ്ങിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് ഭാഗവും ഇങ്ങനെ ഒരുപോലെ നല്ലൊരു ഗോൾഡൻ കളറാകുന്നവരെ അപ്പുറത്തിപ്പുറത്തൊന്ന് മറിച്ചിട്ടാൽ മതി. ശ്രദ്ധിച്ച് മറിച്ചിട്ടില്ലെങ്കിൽ ഇതാകെ തകർന്നു പോകും. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള